എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവു. മറുപടി പറയുമ്പോൾ ചെറിയൊരു തണുപ്പ് ശരീരത്തിൽ വ്യാപിക്കുന്ന പോലെ. നന്ദന് കുളിരുകോരി. വേഗം നടക്ക്, ബസ് പോവും. തൻ്റെ വയ്യായ്ക കാര്യമാക്കാതെ അവൻ കാലുകൾ നീട്ടിവെച്ച് നടന്നു. ദേവുവിൻ്റെ കോളേജ് ടൗണിലാണ്. നന്ദന് പോകേണ്ടത് എതിർഭാഗത്തേക്കും. ദേവുവിനെ ബസ് കയറ്റി വിട്ടാണ് നന്ദൻ ബസ് കയറിയത്. 2 നിലയുള്ള ഒരു ടെറസ് വീട്ടിലാണ് പണി. പുതിയ വീടാണ്. അരിയിൽ തന്നെ അവരുടെ പഴയ വീടുമുണ്ട്. അയാൾ ഗൾഫിൽ പോയി സമ്പാദിച്ചതാ ഈ കാണുന്നതൊക്കെ. ഒരിക്കൽ ആശാൻ പറഞ്ഞതാണ് ഓർമ്മ വന്നത്. ബസ് ഇറങ്ങിയപ്പോൾ 2 പനിയുടെ ഗുളിക വാങ്ങിയിരുന്നു. പണിക്ക് കയറും മുമ്പേ ഒന്ന് കഴിക്കണം. വന്നതേ ആശാൻ മുഖം താഴ്ത്തി. എല്ലാവരിൽ നിന്നും നല്ലപോലെ കേട്ട മട്ടുണ്ട്. നന്ദ, ഞാൻ അറിഞ്ഞില്ലടാ, ആശാൻ പറഞ്ഞു. നന്ദൻ ചെറിയ ചിരിയോടെ ഷർട്ടും മുണ്ട് അഴിച്ച് പണിഷർട്ടും കായ്മുണ്ടും ധരിച്ചു. അഴിച്ചു വെച്ച ഡ്രസ്സ് ഭദ്രമായി കവറിനുള്ളിലേക്ക് വെച്ചു. കവർ മടക്കി. ഡാ, നിനക്ക് ഛർദി എങ്ങനെ ഉണ്ടായിരുന്നു? ആശാൻ പിന്നെയും തലതാഴ്ത്തി നിൽപ്പാണ്. പോട്ടെ ആശാനെ, അറിയാതെയല്ലേ. നന്ദൻ അവിടെ വെച്ച വെള്ളം ജഗ് തുറന്ന് ഗുളിക കഴിച്ചു. നിനക്കിപ്പോഴും പനിയുണ്ടോ? അവൾ പോവണ്ടെന്ന് പറഞ്ഞതാ. തലയ്ക്ക് മുകളിലെ കടം അതോർത്തപ്പോൾ വയ്യായ്ക പമ്പ കടന്നു. ഇത് ചെറിയൊരു ക്ഷീണം. നന്ദൻ ചിരിയോടെ പണിക്കിറങ്ങി. ശരീരമൊക്കെ നല്ല കടഞ്ഞെടുത്ത വേദന. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ കൈ രണ്ടും നന്നായി കുടഞ്ഞു. വേദന മാറുന്ന മട്ടില്ല. എന്നാലും എങ്ങനെയൊക്കെയോ ഉച്ചവരെ എത്തിച്ചു. എന്നിട്ട് നീതുവിൻ്റെ കണ്ണ് വികസിച്ചു. എന്നിട്ടെന്താ? ദേവുവിൻ്റെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു. ചോറി കൈയിട്ട് ഇളക്കി. എല്ലാം തുറന്നു പറയുമ്പോൾ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഒന്നും നടന്നില്ലേ? പോടി, അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഓ അങ്ങനെ. അപ്പോൾ ആയാൽ നടക്കുംലേ? നീ പോടിപ്പട്ടി. നടക്കട്ടെ നടക്കട്ടെ. നന്ദേട്ടന് വയ്യടി. വയ്യാതെയാ. ഇന്ന് പണിക്ക് പോയേക്കുന്നേ. ഇന്ന് പോവേണ്ടെന്ന് പറഞ്ഞൂടെ? അത് പിന്നെ സൊസൈറ്റിയിൽ പൈസയൊക്കെ അടയ്ക്കണ്ടേ? നീയോ ഒരു പാർട്ട് ടൈം ജോബ് നോക്കിക്കോ. നല്ലതാ. ഇന്നത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും അധ്വാനിച്ചാലേ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. നന്ദേട്ടന് ഇഷ്ടാവോ? ബെസ്റ്റ്. അത് എന്നോടാ ചോദിക്കുന്നേ? നിന്റെ നന്ദേട്ടനോട് ചോദിക്കടി. ദേവ് ചിരിച്ചിട്ട് കൈ കഴുകാൻ എഴുന്നേറ്റു. ആ പിന്നെ, നിനക്ക് വിഷമം തോന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ദർശൻ ചേട്ടൻ്റെ ലൈൻ്റെ കാര്യമാണോ? നീതു നിസ്സാരമായി തിരിച്ചു ചോദിച്ചു. ആ, എങ്ങനെ മനസ്സിലായി? ഞാനൊരു ദിവസം ടൗണിൽ പോയപ്പോൾ കണ്ടു. നീ എപ്പോൾ പോയി? അമ്മയുടെ കൂടെയോ? അല്ല, നീ ഇങ്ങ് വന്നേ. പൈപ്പിലെ തിരക്കിലേക്ക് നീതു ദേവുവിനെയും പിടിച്ചു നടന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു പെയിൻ കില്ലർ കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. ആ സമയം നോക്കി വെള്ളം തീർന്നു. കണ്ണൻ കവലയിൽ പോയി വാങ്ങി വന്നതാണ്. നന്ദൻ വെള്ളത്തിൻ്റെ ജഗ്ഗുമായി വീട്ടിലേക്ക് നടന്നു. ചേട്ടാ, ഉറക്കെ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നത് ഒരു പെൺകുട്ടിയാണ്. എന്താ? കുറച്ച് വെള്ളം. നന്ദൻ ജഗ്ഗ് നീട്ടി. അവൾ അതും വാങ്ങി ഉള്ളിലേക്ക് പോയി. നന്ദൻ അലസമായി ഉച്ചവെയിലേക്ക് നോക്കി. വെള്ളം. നന്ദൻ തിരിഞ്ഞ് കൈ നീട്ടി ജഗ്ഗ് വാങ്ങി. പെൺകുട്ടിയുടെ വിരലുകൾ നന്ദൻ്റെ കയ്യിൽ ഒന്ന് തഴുകി. നന്ദൻ വിരലിലൂടെ കൊച്ചിനെ നോക്കി. 16 17 കാണൂ. വേഗം തിരിഞ്ഞു നടന്നു. പെൺകുട്ടി മുഖം താഴ്ത്തി ചിരിക്കുന്നുണ്ട്. നന്ദൻ പിന്നെ പണി കഴിയാതെ പുറത്തേക്ക് ഇറങ്ങിയില്ല. വൈകിട്ട് പണി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങി. തീരെ വയ്യായിരുന്നു. മെഡിക്കൽ ഷോപ്പിൽ പോയി വീണ്ടും ഗുളിക വാങ്ങി വീട്ടിലെത്തിയതേ കിടന്നു. അത്രയ്ക്ക് വയ്യ. ദേവു വീട്ടിൽ വരുമ്പോൾ നന്ദൻ ഉറങ്ങുന്നുണ്ട്. അവന് ശല്യം ചെയ്യാതെ പണികളെല്ലാം ഒരുക്കി. ചായ കൊടുക്കാൻ പോയപ്പോൾ നേരിയ ചൂടുണ്ട്. നന്ദേട്ടാ, നെറ്റിൽ മെല്ലെ തലോടി. നന്ദൻ മെല്ലെ കണ്ണുകൾ തുറന്നു. എണീക്ക്, ചായ കുടിക്കാം. അവൻ മെല്ലെ എഴുന്നേറ്റിരുന്നു. ദേവു ചായ നീട്ടി. ചായ വാങ്ങി കുടിച്ചപ്പോൾ ഒരാശ്വാസം. നന്ദനൊന്ന് ചാരിയിരുന്നു. തീരെ വയ്യേ? ഡോക്ടറെ കാണാൻ പോവാം. വേണ്ട, ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ മാറും. എന്നിട്ട് മാറിയില്ലല്ലോ. ഇനി മാറും. നന്ദൻ ഇരുകണ്ണും ചിമ്മി അടച്ചു. ദേവു ചെറിയ ചിരിയോടെ എഴുന്നേറ്റു. ദേവുവിന് ഉള്ളിൽ നല്ല വിഷമമുണ്ട്. നന്ദന് തീരെ വയ്യെന്ന് നന്നായി അറിയാം. പക്ഷെ തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം. ലീവ് എടുത്ത് അവനെ റെസ്റ്റ് ഇരുത്തിയാൽ ആകെയുള്ള വരുമാനവും നിൽക്കും. നന്ദേട്ടാ. ദേവു ഡോറെത്തി തിരിഞ്ഞപ്പോൾ കണ്ടത് അവളെ തന്നെ നോക്കിക്കിടക്കുന്നവനെയാണ്. ദേവു ചമ്മലോടെ മുഖം താഴ്ത്തി. നന്ദൻ അതേ മിഴികളോടെ അവളെ ഉറ്റുനോക്കി. പറ ദേവു, എന്തോ പറയാൻ വന്നോ? അത് പിന്നെ, ഞാൻ എവിടെയെങ്കിലും ജോലി നോക്കട്ടെ. എന്തിന്? ചോദിക്കുന്നതിനൊപ്പം വിരുന്നെറ്റിയിൽ വരകൾ വീണു. അത് വെറുതെ. വേണ്ട വേണ്ട. അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛന് എന്നെ കണ്ടൂടാ. ഇനി മോളെ പണിക്ക് വിട്ടെന്ന് അറിഞ്ഞാൽ അത് മതി. ഇപ്പോൾ നന്നായി പഠിക്കു ദേവു. ദേവു മങ്ങിയ മുഖത്തോടെ തിരിഞ്ഞു നടന്നു. നന്ദൻ വീണ്ടും കിടന്നു. രാത്രിയിലേക്ക് കഞ്ഞിയാക്കി വെള്ളം ഒരു കുടം കഴിഞ്ഞിട്ടുണ്ട്. ദേവുവിന് അത് കാണുമ്പോൾ ദേഷ്യം വരും. എത്ര പിശുക്കി ഉപയോഗിച്ചാലും 1.5 ദിവസം അതിൽ കൂടുതൽ വെള്ളം നിൽക്കില്ല. ഇതിപ്പോൾ നന്ദന് കുടിക്കാൻ ചൂടുവെള്ളം തിളപ്പിച്ച് കൊടുത്തു. നാളെ രാവിലെ പോവാമെന്ന് വിചാരിച്ചു. രാത്രി കഞ്ഞി കുടിക്കാൻ കുറെ വിളിച്ചിട്ടാണ് നന്ദൻ വന്നത്. കുഞ്ഞുങ്ങളെപ്പോലെ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ടി വന്നു. പിന്നെയും ഒരു ഗുളിക കൊടുത്തു. നേരിയ ചൂടുണ്ട്.
അവനെ മുറിയിലാക്കി ഉറങ്ങിയെന്ന് ഉറപ്പായിട്ടാണ് ദേവ് ഉറങ്ങാൻ കിടന്നത്. ക്ഷീണം കാരണം കിടന്നതേ അവൾ ഉറങ്ങിപ്പോയി. സമയം അത്രയൊന്നും ആയിട്ടില്ല. 8:30. ആകാശത്ത് ചെറിയ ഇടിയും കോളും കാണുന്നുണ്ട്. നന്ദൻ ഒരു ഇടിവെട്ട് കേട്ടതും ഞെട്ടി എഴുന്നേറ്റു. ഡോറിൽ തട്ട് കേൾക്കുന്നുണ്ട്. നന്ദൻ കണ്ണു തിരുമ്മി എഴുന്നേറ്റു. റൂമിലെ ഫാൻ ഓഫ് ചെയ്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു. സുധിയും സുനിയുമാണ്. എന്താടാ ഈ നേരത്ത്? നന്ദൻ നെറ്റി ചുളിച്ചു. ഇങ്ങോട്ട് ഇറങ്ങി വാ, സുധി പറഞ്ഞു. നന്ദൻ ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്നു. എന്താടാ? ദാ. സുധിയും സുനിയും അവന്റെ കയ്യിലേക്ക് പൈസ വെച്ചു കൊടുത്തു. എന്താടാ ഇത്? നന്ദൻ കണ്ണും വീഴ്ച്ചു. ഇത് ഞങ്ങളുടെ നിശ്ചയത്തിന് തന്ന പൈസ. 35,000. മറന്നോ? സുനി പറഞ്ഞു. പക്ഷേ ഇത് പലിശയടക്കം ഉണ്ട്ട്ടോ. അമ്മയും പെങ്ങളും കൂടി ഒരിക്കപ്പുറത്ത് തന്നിട്ടില്ല. നന്ദേട്ടന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരികെ തരണമെന്ന് കരുതിയതാ. പക്ഷേ സുമേച്ചി പറഞ്ഞു സുമേച്ചിയുടെ വക കുറച്ചുകൂടെ ഉണ്ടെന്ന്. അതാ വൈകിയത്. ഇത് വെക്ക് നന്ദേട്ടാ, സുധി പറഞ്ഞു. എനിക്ക് എന്തിനാടാ ഇത്? ഞാൻ കടമായിട്ടാണോ തന്നത്? നന്ദൻ ചോദിച്ചു. അല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്, സുധി പറഞ്ഞു. എടാ എന്നാലും. അപ്പോൾ ശരി. രാത്രി യാത്രയില്ല. സുനി സുധിയെ വലിച്ച് പുറത്തേക്കിറങ്ങി. പോട്ടെ നന്ദേട്ടാ, കെട്ടോളുമാര് കാത്തിരിക്കുക. നന്ദനൊന്ന് ചിരിച്ചു. കണ്ണൊക്കെ നിറഞ്ഞു. അവനകത്തെ കയറി പൈസയൊന്ന് എണ്ണി നോക്കി. 50,000 തികച്ചുണ്ട്. ഈ സുമേച്ചിയുടെ ഒരു കാര്യം. നന്ദൻ സന്തോഷത്തോടെ മന്ദസിച്ചു. രാവിലെ ദേവു എഴുന്നേൽക്കുമ്പോൾ വൈകിയിരുന്നു. അതുകൊണ്ട് ഉള്ള വെള്ളം കൊണ്ട് ചോറും കറിയും തയ്യാറാക്കി. പൈപ്പിലെ വെള്ളം പുറത്തെ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. നന്ദനും തിരക്കായിരുന്നു. ചിലതൊക്കെ മനസ്സിലുറപ്പിച്ചായിരുന്നു നന്ദൻ അന്ന് ഇറങ്ങിയത്. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ രണ്ടാളും മൗനമായിരുന്നു. ഇന്ന് വൈകിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, നന്ദൻ പറഞ്ഞു. എന്ത്? ദേവ് ചോദിച്ചു. അതൊക്കെ വൈകിട്ട് പറയാം, നന്ദൻ ചിരിയോടെ പറയുമ്പോൾ ബസ് വന്നിരുന്നു. നീതുവും ദേവും ബസ്സിൽ കയറി. ദേവു അവനെ പരിഭവത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദനൊന്ന് തലയനക്കി. വൈകുന്നേരം നന്ദനെ കണ്ടില്ല. വിളിച്ചിട്ട് എടുത്തുമില്ല. ചായ വെച്ച് കുടിച്ച് ഡ്രസ് പോലും മാറാതെ പണി ചെയ്യാൻ തുടങ്ങി. മുറ്റമെല്ലാം അടിച്ചുവാരി തീയിട്ടു. രാത്രിയിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കി കാസറോളിൽ വെച്ചു. പിന്നെ ചെറിയൊരു കടലക്കറിയും ഉണ്ടാക്കി. അപ്പോഴേക്കും സമയം 5:30ആയി. 6 മണി കഴിഞ്ഞാൽ വെള്ളവും എടുക്കാൻ പറ്റില്ല. 2 കുടവും എടുത്ത് ഓടുമ്പോൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. കിണറിൻ്റെ അവിടെ സകല ടീമും ഉണ്ട്. കുടുംബശ്രീ ഗ്യാങ് മൊത്തം. ദേവു ഇന്ന് വൈകിട്ടായോ? രാവിലെ എഴുന്നേൽക്കാൻ വൈകി ചേച്ചി, ദേവു കിതപ്പോടെ പറഞ്ഞു. നന്ദനോട് ഒരു മയത്തിലൊക്കെ മതിയെന്ന് പറ. കൂട്ടത്തിലെ ഒരു ചേച്ചി പറഞ്ഞതും കൂട്ടച്ചിരി മുഴങ്ങി. ദേവ് നാണം വരുന്ന പോലെ ചിരിച്ചു കാണിച്ചു. മനസ്സും ശരീരവും വേദനിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ആണുങ്ങൾക്ക് വല്ലതും അറിയണോ? എൻ്റെ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ അങ്ങേര് ചത്തുപോയി എന്നാലും പറയാ, ഉറങ്ങാൻ വിടില്ല. മേലൊക്കെ എന്ത് വേദനയാണെന്നറിയോ? ഉഷേച്ചി കാര്യത്തിൽ പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. ആ ഗ്യാപ്പിൽ ദേവ് വെള്ളം കോരാൻ തുടങ്ങി. രാവിലെ ക്ഷീണം കാരണം ഇച്ചിരി വൈകി എഴുന്നേറ്റാൽ ഈ അമ്മായിമ്മ തള്ളയില്ലേ? ചെവിതല കേൾപ്പിക്കില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ ഉഷയൊന്ന് നെടുവീർപ്പിട്ടു. മിക്കവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാ ഉഷേ, സുമതി പറഞ്ഞു. രാത്രി ഭർത്താവ് സുകുമാരൻ കുടിച്ചു വന്ന് തൻ്റെ ശരീരത്തിൽ കാണിക്കുന്ന പരാക്രമം ഓർത്തപ്പോൾ സുമതിയുടെ അടിവേരൽ ഒരാന്തൽ വന്നു. ദേവുവിന് പിന്നെ അമ്മായിമ്മ ഇല്ലല്ലോ, ഭാഗ്യം, ഉഷ പറഞ്ഞു. അങ്ങനെയുള്ളവന്മാരെ കെട്ടുന്നത് നല്ലത്. അതാവുമ്പോൾ സ്നേഹം പകുത്തു പോവുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റും, ലതിക പറഞ്ഞു. ദേവു എല്ലാവരോടും ചിരിച്ചിട്ട് ഒരു കുടം ഒക്കിലേക്കും ഒരെണ്ണം കയ്യിലേക്കും പിടിച്ചു. ദേവികെ വിളി കേട്ട് തിരിഞ്ഞപ്പോൾ നിത ചേച്ചിയാണ്. എന്താ ചേച്ചി? കയ്യിലുള്ള കുടം നിലത്തേക്ക് വെച്ചു. അസ്തമയ സൂര്യനെതിരെ നെറ്റിയിലേക്ക് കൈവച്ചു. എൻ്റെ മക്കൾക്ക് ഒന്ന് കണക്ക് പറഞ്ഞു കൊടുക്കൂ. കണക്ക് മാത്രമല്ല, എല്ലാ വിഷയത്തിലും മോശ. സ്കൂൾ വിട്ട് വന്നാൽ ബാഗ് തൊടില്ല. പിന്നെ തുടർന്നത് പിറ്റേന്ന് പോവാനാ. ഞാൻ നന്ദേട്ടനോട് ഒന്ന് ചോദിക്കട്ടെ ചേച്ചി, ദേവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളുടെ കാര്യം എനിക്ക് ഏൽപ്പിക്കാമായിരുന്നു, ഉഷ ഉറക്കെ പറഞ്ഞു. ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് പറയാം. ദേവ് കുടമെടുത്ത് വേഗം നടന്നു. അമ്പലത്തിൻ്റെ മുറ്റം വഴി ഇനി പാടത്തേക്ക് ഇറങ്ങണം. അമ്പലത്തിന് വലിയ മുറ്റമാണ്. പണ്ട് 50 ആനകൾ വരെ നിരന്നു നിന്നിട്ടുണ്ട് എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ദേവ് ഓരോന്നോർത്ത് നടക്കുമ്പോഴാണ് നാരായണനെ കണ്ടത്. നാരായണൻ മാത്രമല്ല, മാലിനി, ശോഭമ്മായി, നരേശേട്ടൻ. ഇവളുടെ കോലം ഇങ്ങനെയായോ? ശോഭ പുച്ഛിച്ചു. എല്ലാവരും അമ്പലത്തിലേക്ക് വരുന്ന വഴിയാണ്. നരേശേട്ടൻ്റെ കാറ് അമ്പലമുറ്റത്ത് കിടക്കുന്നുണ്ട്. അമ്മേ വേണ്ട, നരേഷ് പറഞ്ഞു. നീ മിണ്ടാതിരിക്കടാ. നാരായണൻ മാലിന്യം തല താഴ്ത്തി. മര്യാദയ്ക്ക് ആ ദീപക്കിനെ കിട്ടിയിരുന്നിൽ നിനക്കിന്ന് ഈ ഗതി വരൂടി. നിനക്ക് അങ്ങനെ തന്നെ വേണമടി. മുറ്റത്ത് വന്ന മഹാലക്ഷ്മി പുറങ്കാല കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചതല്ലേ? ശോഭ പറയുന്ന കേട്ട് ആൾക്കാരൊക്കെ അവിടെ തന്നെ നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി.
ദേവു നിറഞ്ഞ കണ്ണ് തുടച്ച് വേഗം നടന്നു. ഇതുകൊണ്ടൊന്നും മതിയാവില്ലടി, നീ ഇനിയും അനുഭവിക്കും, ശോഭ പറഞ്ഞു. നാത്തൂനെ, മാലിൻ ദേഷ്യത്തോടെ വിളിച്ചു. എന്താ? മതി എൻ്റെ മോളെ പറഞ്ഞത്. ഇനി കേട്ടാൽ ഞാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതണ്ട. മാലിനി അവരെ ദേഷ്യത്തിൽ നോക്കി അമ്പലത്തിലേക്ക് കയറി. ബൈക്ക് തിരികെ വാങ്ങി വരും വഴിയാണ് സുമതി നന്ദനെ പിടിച്ചു നിർത്തിയത്. സുമതിയും വെള്ളം കൊണ്ടുപോകുന്ന വഴി എല്ലാം കേട്ടിരുന്നു. ഹാൻഡിലിൽ വെച്ച അവൻ്റെ കൈ ഒന്നുകൂടെ മുറുകി. വീട്ടിലേക്ക് പാഞ്ഞെന്ന് പറയാം. ബൈക്ക് മുറ്റത്ത് നിർത്തി വേഗം അകത്തേക്ക് കയറി. അവളെ അവിടെ ഒന്നും കണ്ടില്ല. ദേവു ഉറക്കെ വിളിച്ചു ചെല്ലുമ്പോൾ അമ്മിക്കല്ലിൻ്റെ അവിടെ പിടിച്ചു തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താ നന്ദേട്ടാ? കണ്ണെല്ലാം അമർത്തി തുടച്ച് അവൾ തിരിഞ്ഞു. അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് കണ്ടതേ നന്ദന് മനസ്സിലായി. ചുവന്നു കലങ്ങിയ കണ്ണുകളും വിറയ്ക്കുന്ന മൂക്കിൻ തുമ്പും അടഞ്ഞ ശബ്ദവും. നീ കരഞ്ഞോ? ഇല്ല, കണ്ണിൽ പൊടി പോയതാ. ദേവു വേഗം തലതാഴ്ത്തി പോവാൻ നിന്നതും കയ്യിൽ നന്ദൻ്റെ പിടി വീണു. ദേവു മുഖം താഴ്ത്തി തന്നെ നിന്നു. നിന്റെ അമ്മായി എന്താ പറഞ്ഞേ? ഞാൻ അറിഞ്ഞു. നന്ദൻ പറഞ്ഞതും ദേവു വിരുമ്പി തുടങ്ങി. വലിയൊരു കരച്ചിലോടെ ദേവു നന്ദൻ്റെ നെഞ്ചിലേക്ക് ചാരി. നന്ദന് അന്നത്തെ പോലെ മിന്നലേറ്റ പോലെ നിന്നുപോയി. ദേവുവിൻ്റെ ശക്തമായ കരച്ചിൽ ചീളുകളാണ് അവന് സ്വഭാവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. നന്ദൻ്റെ രണ്ട് കൈകളും അവളെ ബലമായി പുണർന്നു. പോട്ടടി, സാരില്ല. നന്ദൻ്റെ കൈകൾ അവളുടെ പുറത്ത് തലോടി. ദേവു ആശ്രയം പോലെ അവനെ വലിഞ്ഞു മുറുക്കി. ചുടുകണ്ണീർ നന്ദൻ്റെ ഷർട്ട് നനച്ച് നഗ്നമായ നെഞ്ചിനെ പൊള്ളിച്ചു.